അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ എക്സ്ട്രാ ടൈം ആരംഭിക്കുകയാണ്. ഏതായാലും കൊച്ചി സ്റ്റേഡിയം, അതുപോലെ അഹമ്മദാബാദിലെ പുതിയ ഫുട്ബോൾ സ്റ്റേഡിയം, അങ്ങനെ കുറച്ച് വാർത്തകളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടൈം. അത് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലനമായിട്ടുള്ള സ്കോട്ട് കൂപ്പർ ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് വേർപിരിഞ്ഞത് തന്നെയാണ്. നമ്മൾ ഇന്നലെ ആ ഒരു വീഡിയോ സംസാരിച്ചതാണ്. അതായത് മത്സരത്തിന് ശേഷം ഏതാണ്ട് പോകുക എന്നുള്ള തരത്തിൽ. ഏതായാലും ജംഷഡ്പൂർ എഫ് സിയും അത് ഉറപ്പുവരുത്തുന്നു. പിന്നെ വരുന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ജംഷഡ്പൂരിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അദ്ദേഹത്തിന് പറ്റിയ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം തന്നെ ആ ഒരു ചുമതല സ്വയം ഒഴിഞ്ഞതാണ് എന്നുള്ളതൊക്കെയാണ് വാർത്തകൾ. എനിവേ, പകരക്കാരൻ്റെ റോളിലേക്ക് ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഇന്ത്യൻ പരിശീലകനെ ജംഷഡ്പൂർ എഫ് സി ഒരു അഡ്വാൻസ് സ്റ്റോക്കിലാണ് എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ട്. കേൽനവൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാമല്ലോ, ഖാലിദ് ജമീലിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ വന്ന് ചിലപ്പോൾ മാജിക് കാണിക്കാൻ കെൽപ്പുള്ളൊരു പരിശീലകനാണ്. ജംഷഡ്പൂർ എഫ് സിക്ക് സ്റ്റിൽ ഒരു ടോപ്പ് 6 ഹോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലബ്ബ് തന്നെയാണ്. ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഇതേപോലെ ഇടക്കാലത്ത് വെച്ചൊരു ഇൻ്ററിംഗ് കോച്ചിൻ്റെ ഡ്യൂട്ടിയിൽ വന്നിട്ട് പ്ലേ ഓഫിലൊക്കെ എത്തിച്ചിട്ടുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഐ ലീഗിൽ മുമ്പ് ഐസ്വാളിനെ സക്സസ് കണ്ടെത്തിച്ച് ഐ ലീഗ് വിൻ ചെയ്തിട്ടുള്ളൊരു പരിശീലനമാണ്. സോ ആ ഒരു നല്ല പരിശീലനം തന്നെയാണ്. ഏതായാലും ഈ ഒരു ഡ്യൂട്ടി എങ്ങനെ നടപ്പാക്കി എടുക്കുന്നു എന്നുള്ളത് നോക്കണം. പിന്നെ ഇദ്ദേഹത്തെയും മാനേജ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഒരു പ്രശ്നം. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം അറിയാമല്ലോ. കോൺക്രീറ്റ് പാളി ഒരു ആരാധകൻ്റെ കയ്യിൽ വീണിട്ട് ഞാൻ ആ ഒരു ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി ആയിട്ടൊക്കെ. അപ്പം ഒരുപാട് പേര് അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇപ്പം ഒരു റെനോവേഷന് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കുന്നു എന്നുള്ള തരത്തിൽ GCDA തന്നെ ഒരു കാര്യം പുറത്തുവിട്ടത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. സോ ഇതിപ്പം അങ്ങനെ ഒരു കാര്യം പുറത്തുവിട്ടത് നല്ല കാര്യം. കാരണം റെനോവേഷൻസ് ഉറപ്പായും വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. 97 സ്ഥാപിതമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് JLN സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതിനുശേഷം കാര്യമായിട്ടുള്ള റെനോവേഷൻ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഏഷ്യൻ ഫുട്ബോൾ തന്നെ, അല്ലെങ്കിൽ ഏഷ്യൻ ഫുട്ബോൾ ആരാധകർ തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റേഡിയങ്ങളിലൊന്നാണ് കൊച്ചി സ്റ്റേഡിയം. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വിസിറ്റ് ചെയ്യുന്നൊരു സ്റ്റേഡിയമാണ് എന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പം ഈ ഒരു സ്റ്റേഡിയത്തിന് മുമ്പും ചില പരാതികളൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ. പക്ഷേ ഇപ്പം ഇതിപ്പോൾ ഒരു മൈനറായിട്ടുള്ളൊരു പരിക്കാണ് പറ്റിയിട്ടുള്ളത് ഒരു ആരാധകൻ. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടായാൽ അതൊരു വലിയ ദുരന്തത്തിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഉറപ്പായും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റെനോവേഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 1 മാസം ISL ഇല്ല. അപ്പം ഇനി 4 മത്സരങ്ങൾ മാത്രമേ കൊച്ചിയിൽ വെച്ച് നടക്കുന്നുള്ളൂ. കാരണം ബാക്കി ഹോം മത്സരങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചില്ല. 8 മത്സരങ്ങൾ ഹോം മത്സരം നമ്മളിവിടെ കൊച്ചിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരു വലിയ റെനോവേഷൻ ഉറപ്പായിട്ടും GCDA ചെയ്യണം എന്നുള്ളതാണ്. കാരണം കൊച്ചി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഡിയമാണ്. പറഞ്ഞ പോലെ ഏഷ്യൻ ആരാധകർ വരെ ഒരുപാട് ഉറ്റുനോക്കുന്നൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ അവിടെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആളുകളുടെ ജീവന് അത്രത്തോളം വിലയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സീസണിന് ശേഷം ഒരു വലിയ റെനോവേഷനിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളതാണ്. ഇനിയിപ്പം കൊച്ചി വെച്ച് മത്സരം നടന്നില്ല, മറ്റൊരു സ്റ്റേഡിയത്തിലാണ് അടുത്ത സീസണിൽ നടക്കുന്നതെങ്കിൽ, ഇവൻ കോഴിക്കോടാണെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ദുരന്തം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകളുടെ ജീവൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം വലിയ റെനോവേഷൻസ് തന്നെയാണ് നടക്കേണ്ടിയിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു എല്ലാ മാച്ചും സ്റ്റേഡിയത്തിൽ പോയി കാണുന്നുണ്ട്. അപ്പം കൊച്ചി തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ. ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് 2-2.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താൽ മതി. കോഴിക്കോടാണെങ്കിൽ ചിലപ്പോൾ അത് 5-6 മണിക്കൂറൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ ജീവനാണല്ലോ ഏറ്റവും വില. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും 10-25 വർഷത്തിന് മേളിലായിട്ട് ഉള്ളൊരു സ്റ്റേഡിയമാണ്. റെനോവേഷൻസ് ആവശ്യമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത് അഹമ്മദാബാദിൽ വരാൻ പോകുന്ന പുതിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം. അതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സംസാരിക്കാൻ. 50,000 കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റേഡിയമൊക്കെയാണ് വരുന്നത്. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം വരുന്നത്. അത് കൺഫേംഡ് ആണ്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, അതുപോലെ തന്നെ മറ്റ് ഇൻഡോർ സ്റ്റേഡിയംസൊക്കെ അടക്കം വരുന്നുണ്ട് എന്നുള്ളത്. ഐ തിങ്ക് ഇതൊരു അത്ലറ്റിക് സ്റ്റേഡിയം ആകാനാണ് സാധ്യത എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പം മെയിൻ ഒരു വെന്യൂ എന്ന നിലയ്ക്ക് ഒരു നരേന്ദ്രമോദി സ്റ്റേഡിയം ഉണ്ട്. സോ
ഫുട്ബോൾ സ്റ്റേഡിയംസ് വരുമ്പോൾ സാധാരണഗതിയിൽ ഗവൺമെൻറ് പണിയുന്ന സമയത്ത് അത്ലറ്റിക് സ്റ്റേഡിയംസ് തന്നെയായിരിക്കും വരിക. അപ്പം അതിന് തന്നെയാണ് ചാൻസസ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിൻ്റെ പണി ഉടനെ കഴിയും. എനിക്ക് തോന്നുന്നു 2025-26 ആ ഒരു ടൈം പീരീഡിൽ തന്നെ പെട്ടെന്ന് കഴിയാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒളിമ്പിക്സ് ബിഡിനൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം കാണിക്കേണ്ട ചില ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ചിലപ്പം ഇനി ഫുട്ബോൾ സ്റ്റേഡിയംസ് ഒക്കെ സെപ്പറേറ്റ് വന്നേക്കാം. ചിലപ്പം അഹമ്മദാബാദിലോ ചിലപ്പം വേറെ സിറ്റീസിലോ ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതാണ് ആ ഒരു കാര്യത്തെപ്പറ്റി പറയാനുള്ളത്. അടുത്തത് ഇനി FC ഗോവയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. വിക്ടർ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിന് ഇഞ്ചറി പറ്റിയത് ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് അവർ ഉറപ്പായിട്ടും ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു മത്സരത്തിന് ശേഷം അവർക്കൊരു ഡ്രോ ആണ് നോർത്ത് ഈസ്റ്റിനെതിരെ നേരിടേണ്ടി വന്നത്. അപ്പം മനോഹരടുത്ത് ചോദിച്ചിരുന്നു ഡിഫൻസിലാണോ അഡീഷൻ ഉണ്ടാകുക അറ്റാക്കിങ്ങിലാണോ. അപ്പോൾ അതേ ഓഫ് കോഴ്സ് അറ്റാക്കിങ് വിക്ടർ റോഡ്രിഗസിന് പറ്റിയൊരു പകരക്കാരനെ തന്നെ കണ്ടെത്തുമെന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വിക്ടർ റോഡ്രിഗസ് ഒരു നല്ല രീതി കളിച്ച സമയത്ത് തന്നെയാണ് ഇപ്പോൾ KBFCക്ക് ലൂണ എന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വിക്ടർ റോഡ്രിഗസ്. ആ രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം അവർ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അത് കഴിഞ്ഞുള്ള മത്സരത്തിൽ അത് അവരെ ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പം അൽവാരോ വാസ്കസ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സ്പാനിഷ് 3rd ഡിവിഷൻ ക്ലബ്ബ് അവിടെ നിന്ന് അദ്ദേഹം വേർപിരിയുന്നു. അപ്പം ഇതിനോടകം തന്നെ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടർന്നു കഴിഞ്ഞു KBFCയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ. ഇതുവരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അൽവാരോ വാസ്കസിന് അവിടെ ഡിസംബർ 31 വരെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇടക്കാലത്ത് ഇങ്ങനെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കിയ സമയത്ത് ഞാൻ കണ്ടതാണ്. സോ കോൺട്രാക്റ്റ് തീരുന്ന സമയത്ത് താരം ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു എന്നുള്ളതാണ് അതിലുള്ളൊരു കാര്യം. ഇനി KBFC താരത്തെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അവരുടെ ഡിസിഷനാണ്, ഏത് തരത്തിലേക്കാണ് അത് പോവുക എന്നുള്ളതൊക്കെ. ഏതായാലും നമുക്ക് ഇനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് കിടക്കാം. ടച്ച് ലൈനിലേക്ക് കിടക്കുന്ന സമയത്ത് യുവാൻ ഫെറാൻഡോയുടെ വാക്കുകളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിലെ താരങ്ങൾക്ക് ഏറ്റിട്ടുള്ള പരിക്കുമായി ബന്ധപ്പെട്ട് ഈ സീസണിലെ എല്ലാ പരിക്കുകളും വിഷമകരമായിട്ടുള്ള നിമിഷങ്ങളിലെ പരിക്കൻ ടാക്കിളുകൾ കാരണമാണ്. എന്നാൽ റഫറിമാർ എൻ്റെ കളിക്കാരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഒരുപക്ഷെ ക്രിസ്റ്റൽ ജോൺ നാഷണൽ ടീം നല്ല കളിക്കാർ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ് ഒരു കാര്യം പറയുന്നത്. ഇപ്പം നമുക്കറിയാലോ മോഹൻ ബഗാനിൽ ഒരുപാട് താരങ്ങൾ ഇഞ്ചുറി പറ്റുന്നുണ്ട്. ലോട്ട്സ് ഓഫ് പ്ലേയേഴ്സ്. ഇപ്പം ലേറ്റസ്റ്റ് സഹലിന് പറ്റി, മുമ്പ് ആഷിഖിന് പറ്റി, അൻവർ അലിക്ക് പറ്റി. ഈ താരങ്ങളെല്ലാം നാഷണൽ ടീമിലെ ഇനിയുണ്ട് താരങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങളാണ്. ഇപ്പം മോഹൻ ബഗാൻ്റെ താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റുമ്പോൾ ഒരു പ്രശ്നം അതാണ്. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചിരുന്നു എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ ട്രെയിനിങ് പിച്ചസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളത്. കാരണം സഹലിനൊന്നും കളിക്കിടയിൽ പറ്റിയിട്ടുള്ളൊരു പരിക്കല്ല. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാൻ ഫെറാൻഡോ ഇങ്ങനൊരു വാക്കുകളും പറയുന്നത്. റഫറീസ് അത് സംരക്ഷിക്കുന്നില്ല എന്നുള്ള തരത്തിൽ. അപ്പം കൃത്യമായിട്ട് ആ ഒരു ക്രിസ്റ്റൽ ജോണിനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഗോവ മാച്ചിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ യുവാൻ ഫെറാൻഡോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ അങ്ങനെ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ. കാരണം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് റഫറിമാരെ ഇത് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കടക്കാം. സൈഡ് ബെഞ്ചിൽ ആദ്യത്തെ കമൻറ്റ് ഇങ്ങനെയാണ്: ഐ ലീഗ് 2 and 3 ജസ്റ്റ് ഒരു ഫോർമാലിറ്റി പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഐ ലീഗ് 2 8 ടീംസ് ആൻഡ് 3 25 ടീംസ് ഉണ്ട്. 2 ലീഗ് മെർജ് ചെയ്ത് ലാസ്റ്റ് സീസൺ ഐ ലീഗ് 2 പോലെ ഗ്രൂപ്പ് ആക്കിയാൽ ലീഗിന് നല്ലൊരു എക്സ്പോഷർ കിട്ടും. പ്ലേയേഴ്സ് മാച്ച് ടൈം നല്ലതുപോലെ കിട്ടും. ഇപ്പോൾ ജസ്റ്റ് 4 or 5 മാച്ചസ് കൊണ്ടാണ് പ്രൊമോഷൻ ആൻഡ് റിലേഗേഷൻ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആക്ച്വലി ഫോർ മീ ഇപ്പോൾ ഉള്ള ഒരു ലീഗ് സിസ്റ്റമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. അതുപോലെ തന്നെ ഐ ലീഗ് 2 എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലീഗ് ഉണ്ടായി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ട് ആകുന്നവർ പിന്നെ ചിലപ്പോൾ കാണാൻ പറ്റില്ല. സോ അവർക്ക് കളിക്കാനായിട്ട് ഒരു വേദി എന്നുള്ള നിലയ്ക്ക് അവിടെ ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ആഡഡ് ആകുന്ന ടീമുകൾ അവിടെ പെർഫോം ചെയ്യുന്നു. ഇവർക്ക് 14 മാച്ചസോളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 8 ടീമുകൾ അവർ ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ തന്നെയാണ് കളിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ലീഗിൽ നിന്ന് പ്രൊമോട്ടായിട്ട് വരുന്നതും ഐ ലീഗ് 2 നിന്ന് റെലഗേറ്റ് ആയവരും എല്ലാവരും കൂടി ഈ 25 ടീമുകളാക്കിയിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ മാച്ചസ് കളിക്കും. അപ്പം അവർക്ക് അത്രയും അവിടെ മാച്ചസ് കളിക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഈ ഐ ലീഗ് 3 ഇന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം അതിനുശേഷം ഐ ലീഗ് 2ലേക്ക് വരുമ്പോൾ അവർക്ക് വീണ്ടും മാച്ചസ് കിട്ടുകയാണ്. അപ്പം അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ലീഗ് സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത്. ചിലപ്പം ഐ ലീഗ് 2ലെ ടീമുകളുടെ എണ്ണമൊക്കെ ഇനി വരുന്ന സീസണിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും
നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫയ്ക്ക് ഇന്ത്യയെ വേണ്ടാത്തത് കൊണ്ടല്ല, ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ സ്പോർട്സായ ഫുട്ബോൾ വേണ്ടാത്തത് കൊണ്ടാണ്. ഫിഫ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ്റും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതിലൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം ഫിഫ സന്തോഷ് ട്രോഫിയും പോയി, അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ ചാൻസസും പോയി എന്നുള്ള തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഗവൺമെൻറ് സപ്പോർട്ട്, അതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും നമ്മളുടെ ക്രിക്കറ്റ് അല്ലാത്ത സ്പോർട്സിന് വലിയ രീതിയിലുള്ള ഒരു ഇത് പിന്തുണ കിട്ടുന്നില്ല. ക്രിക്കറ്റിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ ഇതൊന്നുമല്ല. ക്രിക്കറ്റ് ഒരു ബിഗ് തിങ് ആണ് ഇന്ത്യയിൽ, അതുകൊണ്ട് എല്ലാവരും ക്രിക്കറ്റ് കാണും ആ ഒരു തരത്തിൽ. പക്ഷേ മറ്റ് സ്പോർട്സിനോട് അവർ ബോധേഡ് ആകുന്നില്ല. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്താണ് വേണ്ടതെന്നുള്ളതൊന്നും തലപ്പത്തിരിക്കുന്നവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഫെഡറേഷൻ്റെ തലപ്പത്തെന്നുള്ളതല്ല, ഈ അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അതിനെപ്പറ്റിയൊക്കെ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ക്രിക്കറ്റില്ലാത്ത ഏത് സ്പോർട്സിലാണ്. ഇപ്പം കബഡി ഓക്കെ, ബട്ട് അല്ലാത്ത സ്പോർട്സുകൾ നമ്മൾ ഒളിമ്പിക്സിൽ എന്ത് പെർഫോമൻസ് ആണ് നമ്മൾ വരുന്നത്, ഇത്രയും പോപ്പുലേഷനൊക്കെ ഉള്ള കൺട്രിയാണെന്ന് പറഞ്ഞിട്ട്. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സാണ്, അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം അക്കാഡമീസും കാര്യങ്ങളും യൂത്ത് ഡെവലപ്മെൻറ്റും ലീഗും ഇതെല്ലാം വന്നാലും ഉറപ്പായിട്ടും അവിടെ സപ്പോർട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞതിൽ കുറച്ച് ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആ ഒരു തരത്തിലുള്ള ഗവൺമെൻറ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ PIOയുടെ ഒക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ OCI പ്ലേയേഴ്സിൻ്റെ ഒരു സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇത് ഗവൺമെൻറ് വിചാരിച്ചാൽ അതിലൊരു ഇത് വരുത്താൻ സാധിക്കും പെട്ടെന്ന് തന്നെ. അപ്പം മാസീവായിട്ടുള്ളൊരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ സാധിക്കും. സ്പോർട്സിന് അതൊരു വലിയ ബൂസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്രിക്കറ്റിന് ഉറപ്പായിട്ട് OCI പ്ലേയേഴ്സിനൊന്നും ആവശ്യമില്ല. പക്ഷേ മറ്റ് ഗെയിംസിലേക്കൊക്കെ വരുമ്പം ഇനിഷ്യലി ആ ഒരു ബൂസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഫുട്ബോളിനൊക്കെ ഒരു വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ എക്സ്ട്രാ ടൈമിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞാൽ